പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു അധ്യായം കാണാം. നമുക്കൊക്കെ അറിയാവുന്ന അധ്യായമാണ് സൂറത്തുൽ ലുഖ്മാൻ. ആ ലുഖ്മാൻ എന്ന അധ്യായത്തിൽ മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എത്രയോ മനുഷ്യർ, എത്രയോ ആൾക്കാർ അവരുടെ മക്കൾക്കൊക്കെ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം മാത്രം പരിശുദ്ധ ഖുർആൻ എടുത്തിവിടെ ചർച്ച ചെയ്യുന്നത്? അതിന്റെ പിന്നിൽ കാരണമുണ്ട്. ഒന്നാമത്, മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരിക്കൽ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട രോഗിയായ ഒരു മനുഷ്യൻ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അടുക്കൽ വന്നിട്ട് പറയാണ്, എനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഒരല്പം പൈസ തരണം, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് പണം തരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്നു, കയ്യിൽ പൈസയൊന്നുമില്ല. ഉടനെ മഹാനവറുകൾ പറയാണ്, എന്നെ നിങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുക. പഴയ കാലഘട്ടത്തിൽ അടിമത്തം നിലനിൽക്കുന്ന കാലഘട്ടമാണ്, അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. മഹാനവറുകൾ പറയാണ്, എന്നെ നിങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുക. നോക്കൂ, അങ്ങനെ മഹാനവറുകളെ കൊണ്ടുപോയി കച്ചവടം നടത്തി. എന്നിട്ട് ആ കച്ചവടത്തിൽ നിന്നും കിട്ടിയ പൈസ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ, ട്രീറ്റ്മെന്റിന് ആവശ്യമായ പൈസ ഇദ്ദേഹം എടുക്കുകയും ബാക്കി പൈസ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയാണ്. ആ അടിമയുടെ കീഴിൽ വർഷങ്ങളോളം മഹാനവറുകൾ ജോലി ചെയ്തു. സ്വന്തമായി പണമൊക്കെ സമ്പാദിച്ച് പ്രാപ്തനായപ്പോഴാണ് വീണ്ടും അടിമത്തത്തിൽ നിന്നും മോചിതനാവുന്നത്. ഈ ഒരു കച്ചവടം അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടു. രണ്ടാമതൊരു കാരണമുണ്ട്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രിയപ്പെട്ട മാതാവുണ്ടായിരുന്നു, വന്ധ്യവയോധികയായ മാതാവ്. ഓരോ ദിവസവും രാവിലെ പ്രഭാതത്തിൽ വീട്ടിൽ നിന്നും പണിക്ക് വേണ്ടി പോകുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയോട് പോയി ചോദിക്കും, ഉമ്മ, ഇന്ന് ഞാൻ പണി കഴിഞ്ഞു വരുമ്പോ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? ഉമ്മ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അതെല്ലാം വൈകുന്നേരം പണി കഴിഞ്ഞു വരുമ്പോൾ മഹാനവറുകൾ മേടിച്ചു കൊണ്ടു കൊടുക്കും. ഒരു ദിവസം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഉമ്മ, ഇന്ന് ഞാൻ വരുമ്പോൾ ഉമ്മാക്ക് എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, ഇന്ന് നീ പണി കഴിഞ്ഞു വരുമ്പോൾ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് എനിക്ക് കൊണ്ടുവരണം മകനെ എന്ന് പറയുകയാണ്. ആ സമയത്ത് മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്തെന്നറിയുമോ? തന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിൽ നിന്നും ഒരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് ഉമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഉമ്മ, ഈ ദുനിയാവിൽ സ്വർഗത്തിലെ മണ്ണ് കിട്ടാനുണ്ട് എങ്കിൽ ഇത് ഉമ്മയുടെ കാൽ ചുവട്ടിൽ നിന്നും വാരിയ മണ്ണാണുമ്മ, ഇതാണുമ്മ ഈ ദുനിയാവിലെ സ്വർഗത്തിലെ മണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം മാതാപിതാക്കളെ നോക്കിയവർക്കേ, സ്വന്തം മാതാപിതാക്കളുടെ പൊരുത്തമുള്ളവർക്കേ തന്റെ മക്കളെ ഉപദേശിക്കാനുള്ള അവകാശമുള്ളൂ. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം പരിശുദ്ധ ഖുർആൻ എടുത്ത് പരാമർശിക്കുന്നത്.